എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കലവൂർ സ്കൂളിൽ +1 പഠിക്കുമ്പോഴാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബ്രദർ. അതേ സ്കൂളിൽ സീനിയർ ആയിട്ട് പഠിക്കുകയായിരുന്നു അയാൾ? അല്ലല്ല, MBA ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുമായിരുന്നു കക്ഷി. ശരിക്കും പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയാ എനിക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തത്. കൂട്ടുകാരിയുടെ പേരെന്താ? അത് ഞാൻ പറയില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ പേര് വലിച്ചിഴക്കുന്നത് ശരിയല്ലല്ലോ. അവളെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് നല്ല കൂട്ടുകാരിയായിരുന്നു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലേ? ഇല്ല, അതെല്ലാം വർഷങ്ങൾക്ക് മുൻപേ അറ്റുപോയി. ആ പ്രണയം എങ്ങനെയാ മുറിഞ്ഞത്? എത്ര കാലം അത് നീണ്ടു നിന്നു? 2 വർഷത്തോളം കാണാനും മിണ്ടാനും ഒക്കെ സാധിച്ചു. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കലവൂരിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റി. അതിനുശേഷമായിരുന്നു അകൽച്ച. ദൂരം കൊണ്ട് അകന്നു പോയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണം? എന്നെ സ്നേഹിച്ചയാൾക്ക് ഉടനെ തന്നെ കല്യാണം നടത്താൻ താല്പര്യമായിരുന്നു. വളരെ സമ്പത്തുള്ള വീട്ടിലെ ആളായിരുന്നു. അച്ഛനെയും അമ്മയും കൂട്ടി എന്നെ കാണാൻ വന്നു. അവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ രത്നമ്മ ടീച്ചർ സമ്മതിച്ചില്ല. എന്താ കാരണം? അവർക്ക് സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതൊരു കാരണമാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ സ്ത്രീധനം കൊടുത്തേക്കണം. അപ്പോ ചെറുക്കന്റെ വീട്ടുകാരുടെ ധനസ്ഥിതിക്കൊപ്പം കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ കൊടുക്കണ്ട. അതൊന്നും അല്ല സംഗതി. അസൂയ. ഞാൻ എങ്ങനെയും രക്ഷപ്പെടരുത്. എന്നെ ഒരു കൂലിപ്പണിക്കാരനെ കൊണ്ടോ കുഷ്ഠരോഗിയെ കൊണ്ടോ കല്യാണം കഴിപ്പിക്കണം. അതിനുവേണ്ടി കുറെ ശ്രമിച്ചു നോക്കി. കഷ്ടം. ആ രത്നമ്മ ടീച്ചർ ശരിക്കും ഒരു മനുഷ്യസ്ത്രീയൊന്നും അല്ലല്ലേ. മനുഷ്യനും പിശാചും കൂടെ ഇണചേർന്നിട്ടുണ്ടായ ഒരു പ്രത്യേക ഐറ്റം ആയിരിക്കും. എന്തായാലും രത്നമ്മ ടീച്ചർ അവരെ അപമാനിച്ചയച്ചു. അതോടെ ആ ബന്ധം അകന്നകന്നു പോയി. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല? അച്ഛൻ വന്നെന്നെ മലബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ, ഒരിക്കൽ അച്ഛനോട് ഞാൻ എന്റെ പ്രണയത്തെപ്പറ്റി സൂചിപ്പിച്ചു. അച്ഛൻ അവരെ തിരക്കി ചേർത്തലയിൽ ചെന്നു. അപ്പോഴേക്കും അവരെ കല്യാണാലോചന ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അത് കഷ്ടമായി പോയല്ലോ. മാഡം സ്നേഹിച്ചിരുന്ന ആളുടെ പേരെന്താ? പേര് പറയില്ല. എന്തിന് അദ്ദേഹത്തെ ഇതിലേക്ക് പിടിച്ചിടുന്നേ? കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി വെക്കില്ലേ അവർക്കിടയില്? അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് ഉറപ്പാണോ? കഴിച്ചിട്ടുണ്ടാവും. കാരണം അച്ഛൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞയച്ചത്. അച്ഛന് നേരിട്ട് കാണാൻ പറ്റിയില്ല. ആ കാലത്ത് ഗൾഫിലോ മറ്റോ ആയിരുന്നു ജോലി. അതൊരു നഷ്ടബോധമായിട്ട് മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? നമ്മൾ ജീവിച്ചു കഴിഞ്ഞ ഓരോ നിമിഷവും നമ്മുടെ നഷ്ടങ്ങളല്ലേ?